സ്വാഗതം. സയന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് യൂണിക്കൺ കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് സന്ദേശമാണ് യൂണിക്കൺസ് നമുക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നതാണ് ചോദിക്കുന്നത്. നമുക്കൊരു കറണ്ട് സ്പ്രെഡ് എടുത്ത് നോക്കാം. കറണ്ട് സ്പ്രെഡ് എന്ന് പറയുന്നത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന സ്പ്രെഡാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് പ്രസൻറ്റ്, ഇപ്പോൾ നമുക്ക് എന്ത് മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഈ കാർഡ് എന്ന് പറയുന്നത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന കാർഡാണ്. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് യുവർ ഹെഡ് ഹൈ ആൻഡ് നോ ദാറ്റ് യൂണിക്കൺസ് ആർ സപ്പോർട്ടിങ് എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത്. കാര്യം എന്തെന്നാൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന യൂണിക്കൺസ്, ഏഞ്ചൽസ് എല്ലാവരും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ഥിതി വരാൻ കാര്യം എന്നുള്ളത് പാസ്റ്റിലെ കാർഡ് പറയും. പാസ്റ്റിലെ കാർഡ് പറയുന്ന ഹോപ്പ് എന്ന് പറയുന്ന കാർഡാണ്. ഹോപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷയോടുകൂടി എന്തൊക്കെയോ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നു, പക്ഷേ അതിന് റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് ഭയങ്കര നിരാശ തോന്നും. നമുക്ക് ലോകം തന്നെ നമുക്കെതിരെയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നമ്മൾ മുന്നോട്ടൊരു അടി വയ്ക്കുമ്പോൾ രണ്ടടി പുറകോട്ട് പോകുന്നു എന്നെല്ലാം തോന്നുമ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടും. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയല്ല, ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും. അത് യൂണിവേഴ്സിൻ്റെ സമയമാകുമ്പോഴേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത്. എവിടേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ കാർഡിൻ്റെ അർത്ഥം നമുക്ക് എന്താ നോക്കാം. അതിൻ്റെ അർത്ഥം വന്നിട്ടുള്ളത് ഓണസ്റ്റി എന്ന് പറയുന്ന കാർഡാണ്. ഓണസ്റ്റി വിൽ അൾട്ടിമേറ്റ്ലി ബി റിവാർഡഡ് എന്നുള്ളതാണ്. അതായത് സത്യസന്ധമായിട്ടുള്ളൊരു വ്യക്തിക്ക് എന്തായാലും ഒരു ദിവസം നല്ല ഫലം കിട്ടുന്നത് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് നമ്മളോട് ഉറങ്ങുന്നതിന് മുമ്പ് ഏഞ്ചൽസ് പറയുന്നൊരു കാര്യം, ഇപ്പോൾ തല താഴ്ത്തരുത്. നമുക്ക് പ്രതീക്ഷ നടക്കാത്തതിൽ നമുക്ക് നിരാശയുണ്ട്, തീർച്ചയായിട്ടും സത്യമാണ്. അതേസമയം നമ്മൾ അതിൻ്റെ പേരിൽ നുണ പറയാനൊന്നും തയ്യാറല്ല. സത്യസന്ധമായി മുന്നോട്ട് നിൽക്കുന്നു, എന്തായാലും നിങ്ങൾക്ക് ആ റിവാർഡ് കിട്ടും. നമ്മൾ കർമ്മ എന്ന് പറയുന്നതാണ്. നല്ല ചെയ്താൽ നല്ല വരും. നല്ലത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരും. കാത്തിരിക്കുമെന്നാണ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.